കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാവിലെയും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ രാവിലെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ യേശുവപ്പ നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ സകലതും ചെയ്തു തരാം എന്ന് വാക്ക് പറഞ്ഞ പിതാവാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരം പുത്രനിൽ കൂടെ നമുക്ക് എല്ലാ ദിവസവും അനുഗ്രഹമാക്കി തരുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങളായി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചു വരികയാണല്ലോ. യേശുവിൻ്റെ പ്രോമിസ്, യേശുവിൻ്റെ വാഗ്ദത്തം, നിങ്ങൾ ഭാരപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ യേശു കർത്താവ് നമ്മോട് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് കേട്ടിട്ടില്ലെങ്കിൽ ഗ്രേസ് ടിവിയുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക, അതിലുണ്ട്. യേശു അപ്പ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടെന്നും കഷ്ടത ഒരു ദൈവപൈതലിനെ തകർക്കാനല്ലെന്നും യേശുവുള്ള ഒരു മനുഷ്യൻ, യേശുവുള്ള ഒരു ദൈവ പൈതൽ ഒരിക്കലും ഈ ഭൂമിയിൽ പരാജയപ്പെടുകയില്ല എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാൻ ഇടയായി. ഇന്നലകളിൽ ഈ വാക്യത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിച്ച ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ, ആ ദൂതുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. അനാഥരായി നമ്മളെ വിട്ടിട്ട് പോയ കർത്താവല്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒലിവുമലയിൽ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ തൻ്റെ മക്കളോട്, ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നു, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. അർത്ഥം, ഞാൻ പോയത് കൊണ്ട് നിങ്ങൾ അനാഥരല്ല, എൻ്റെ സ്ഥാനത്ത് മറ്റൊരുത്തനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോയത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോ ദിവസവും ഇന്നത്തെ കഷ്ടതയിൽ, പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധിയിലൊക്കെ നമ്മളെ കവർ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെ ആ സാന്നിധ്യം നമ്മളിലുണ്ട്, ആ മഹത്വം നമ്മളിലുണ്ട്. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കൈവിടത്തില്ല. ഇന്നലെ പറഞ്ഞതുപോലെ ധൈര്യപ്പെടുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇന്ന് രാവിലെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. വായിച്ചിട്ട് ആ വാക്യത്തിൻ്റെ അടുത്ത ദൂതിലേക്ക് നമുക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യേശു ആരെയും കഷ്ടതയില്ലാത്ത ജീവിതത്തിലേക്ക് വിളിച്ചിട്ടില്ല. സമൃദ്ധി തരാം, അഭിവൃദ്ധി തരാം, പണം തരാം, വലിയ വീട് തരാം, കാറ് തരാം, ജോലി തരാം എന്നും ഒന്നും ഒരിടത്തും സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവ് ആരെയും അങ്ങനെ പ്രലോഭിച്ച് വിളിച്ചതായിട്ട് കാണുന്നില്ല. ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നിത്യതയുടെ അവകാശികളാകാൻ അനുഗമിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ കഷ്ടത ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നില്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ധൈര്യപ്പെടാൻ വേണ്ടി, ധൈര്യപ്പെടുക. ഉണ്ട്, കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 3-ാമത് ആ വാക്യത്തിൽ കാണുന്നത്, ഞാൻ
ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ എന്ന ആ പദം പല ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ തന്നെ, ഞാൻ, എന്നിൽ കൂടെ അല്ലാതെ ഇത്യാദി പദങ്ങൾ യേശു കർത്താവ് പല ഭാഗങ്ങളിലും സുവിശേഷം പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും നിത്യജീവൻ പ്രാപിക്കുന്നില്ല, ഇത്യാദി വാക്യങ്ങൾ ഞാൻ എന്ന അനുമാനിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വാക്യങ്ങളിൽ യേശു എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും യേശു കർത്താവ് അതേ ഫീലിങ്ങോടുകൂടെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ഈ ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ്. അടുത്ത പദം അവിടെ എഴുതിയിരിക്കുക ഇങ്ങനെയാണ്, ലോകം അവനെ അറിയാകെ കൊണ്ട്, യേശുവിനെ ലോകം അറിയാക കൊണ്ട് നമ്മെയും ലോകം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതാണ് എൻ്റെ പരമാർത്ഥത. യേശുവിനെ ലോകം അറിഞ്ഞില്ലല്ലോ. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരെ രക്ഷിക്കാൻ, സ്വന്തം ജനത്തെ വീണ്ടെടുക്കാൻ ഒരു യഹൂദനായി യേശു കർത്താവ് ജനിച്ചു. ഗലീലയിലൊക്കെയും സുവിശേഷം ചെയ്തു, മാനസാന്തരം പ്രസംഗിച്ചു. യോഹന്നാൻ തടവിലായ ശേഷം യേശു മാനസാന്തരം പ്രസംഗിച്ചു തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യേശുവിനെ കൈക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. പകരം അവനെ ക്രൂശിക്ക എന്നാണ് മഹാപുരോഹിതന്മാരും സംഘവും വിളിച്ചു പറഞ്ഞത്. അവനിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി പരീശന്മാരും സാദുക്യരും ഒക്കെ അവൻ്റെ പുറകെ നടന്നു. വാസ്തവത്തിൽ നീ ദൈവപുത്രനോ എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചിട്ടുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ ഈ മഹാപുരോഹിതന്മാർ ചെന്ന് കുറ്റം പറഞ്ഞതും അങ്ങനെയാണ്. ഇവൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നു, യഹൂദന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെടുന്നു, ഇത്യാദി കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ യേശു കഷ്ടം സഹിച്ചു. ഈ ലോകത്തിൽ കഷ്ടതയും പ്രതികൂലങ്ങളും എല്ലാം കർത്താവ് സഹിച്ചു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നാം അനുഭവിക്കേണ്ട കഷ്ടതയും നാം അനുഭവിക്കുന്ന പീഡയും വേദനയും ഒക്കെ നീ എന്തിനേറെ പറയും, നമ്മുടെ ശാപവും നമ്മുടെ രോഗവും നമ്മുടെ പാപവും നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചോ അതെല്ലാം യേശു അപ്പോൾ സ്വന്തം തോളിലോട്ട് അങ്ങ് വെക്കുക, അതങ്ങ് എടുത്തങ്ങ് വെച്ചു. നിലത്ത് കിടക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് തോളിലോട്ട് വെക്കുന്ന അതേ ലാഘവത്തോടു കൂടെ നമ്മുടെ മേൽ കിടന്ന പാപത്തെ സ്വർഗത്തിലെ അപ്പച്ചൻ അതങ്ങ് 2 കൈ കൊണ്ട് എടുത്ത് തോളിൽ വെച്ചു. പച്ചമര കുരിശ് തോളിൽ വെച്ചു. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു, മരത്തിൽ തൂങ്ങുന്നത് ശപിക്കപ്പെട്ടവനെന്നാണ്. അപ്പം നമ്മുടെ ശാപങ്ങളെല്ലാം വഹിച്ച് തോളിലെടുത്ത് വെച്ച യേശു കർത്താവ്. എന്നിട്ട് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എലോഹി എലോഹി ലമ്മ ശബത്താനി, നീ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് യേശു സ്വന്തം തോളോട്, മറിയത്തിൻ്റെ തോളിലല്ല, സ്നേഹിതനും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനുമായ യോഹന്നാൻ്റെ തോളിലല്ല, അരിമത്യക്കാരനായ ജോസഫിൻ്റെ മടിയിലുമല്ല യേശു തല ചായ്ച്ചത്. സ്വന്തം തോളിൽ യേശു തല ചായ്ച്ച് പ്രാണനെ വിട്ടു. എന്നാൽ യേശു പ്രാണനെ വിട്ടെങ്കിലും 3-ാം ദിവസം യേശു പുറത്തു വന്നു, കല്ലറെ പൊട്ടിച്ചു വന്നു, ശാപത്തെ പൊട്ടിച്ചു വന്നു, മരണത്തെ പൊട്ടിച്ചു വന്നു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? കൊരിന്ത്യലേഖനം 15-ൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിട്ടുണ്ടല്ലോ. ഈ അധികാരത്തോടു കൂടെ ലോകത്തെ ജയിച്ച് ജയാളിയായി വന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ നേരിൽ കണ്ടു പറയുകയാണ്, നിങ്ങൾ അധൈര്യപ്പെടരുത്,
ഈ ലോകം നിങ്ങൾക്ക് തുണ നിൽക്കില്ല. ഈ ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല. ഈ ലോകം നിങ്ങളെ പഴിക്കും. ഈ ലോകം നിങ്ങളെ ദുഷിക്കും. നിങ്ങൾ മനസ്സറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മേൽ വെച്ച് കിട്ടും ഈ ലോകം. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല പ്രിയരെ. യേശുവിൻ്റെ കാലത്തും യേശു അറിയാത്ത കാര്യങ്ങളല്ലേ യേശുവിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തത്. അപ്പം മനസ്സറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്രൂശിക്കാൻ നോക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ലോകത്തിലുള്ളത്. ഇന്നും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ചിലർ കാണും. നിങ്ങൾ മനസ്സറിയാത്ത കാര്യം നാട്ടിൽ മാത്രമല്ല വീട്ടിൽ കാണും ഇല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാനത് മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല, ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല, പക്ഷെ അവരെന്താ എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. എത്രയോ പേര് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവരുടെ വേദന ഷെയർ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അവർ കണ്ടിട്ടില്ലാത്ത, അവർ ചിന്തിച്ചിട്ടില്ല, അവർ മനക്കോട്ടയ്ക്കകത്ത് ഉദിച്ചിട്ട് പോലും ഇല്ലാത്ത വിഷയങ്ങൾ അവരെ അടിച്ചേൽപ്പിച്ച് കുറ്റക്കാരനായി കുറ്റക്കാരിയായി അവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു ലോകത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ തിക്താനുഭവം ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടോ? ചെന്ന് കയറിയ വീട്ടിൽ, ചെന്ന് കയറിയ ഓഫീസിൽ, ചെന്ന് കയറിയ രാജ്യത്ത്, ചെന്ന് കയറിയ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്നും നിങ്ങളത് പറഞ്ഞെന്നും, നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞെന്നും, നിങ്ങൾ ആ കാര്യം ചെയ്തിട്ടില്ല പക്ഷെ ചെയ്തെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റക്കാരനാക്കി ക്രൂശിക്കേറ്റിയ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ രാമൻ പറഞ്ഞിരിപ്പോൾ കേട്ടോ. കാരണം ദൈവാത്മാവ് പറയുകയാണ്, അധൈര്യപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. ഈ ലോകത്തെ ഞാൻ ജയിച്ചിട്ടുണ്ട്, ഈ ലോകത്തെ ഞാൻ ജയിച്ചിട്ടുണ്ട്. യേശുവിന് വേണ്ടി അല്ല ഈ ലോകത്തെ ജയിച്ചത്, നമുക്ക് വേണ്ടി ആ ലോകത്തെ ജയിച്ച്. യേശുവിന് ഈ ലോകത്തെ ജയിക്കേണ്ട കാര്യമൊന്നുമില്ല, യേശു ഓൾറെഡി ജയിച്ചവനാ. അതുമാത്രമല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ യേശുവാണ്. യേശു പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അല്ല, ഒരു വിമോചനത്തിന് വേണ്ടി അല്ല യേശു വന്നേ, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു വന്നേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലം, തെറ്റുകളുടെ പരിണിതഫലം ഏറ്റെടുക്കാൻ ഒരുവനുണ്ടെന്ന് ആ വ്യക്തി പറയുകയാണ്, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും വേദനകൾക്കും പരിഹാരം ഇവിടുത്തെ ഒരു മത നേതാവോ മത സ്ഥാപനങ്ങളോ തരത്തില്ല. നമ്മുടെ വീട്ടിൽ വന്നു കയറുന്നൊരു ഉപദേശിക്കോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരിക്കോ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിടുതൽ തരാൻ കഴിയത്തില്ല. നമ്മളെ വിടുവിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശു നമ്മുടെ പാപങ്ങളെ കഴുകുന്നവനാണ്. യേശു നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേദപുസ്തകത്തിൽ വായിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി. യേശു പറയുക, എന്തുകൊണ്ട് കഷ്ടത നമ്മൾ നേരിടണം? ഒരു ദൈവ പൈതൽ എന്തുകൊണ്ട് കഷ്ടത നേരിടണം? കഷ്ടതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടൊരു ദൈവ പൈതൽ ആ കഷ്ടതയെ തരണം ചെയ്യണം? യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളാൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവി. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പദം കേട്ടോ, സഹോദരന്മാരെ എന്ന് യാക്കോബ് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. വിവിധ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷയല്ല നാളത്തേതല്ല മറ്റൊന്ന്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് തന്നെ അറിയാം. അവർ വിവിധ പരീക്ഷകൾ നേരിടണം, വിവിധ സബ്ജക്റ്റുകൾ നേരിടണം, വിവിധ നിലയിലുള്ള പരീക്ഷകൾ നേരിടണം. എന്നുപോലെ ക്രിസ്തീയ ജീവിതത്തിലും ഒരു പരീക്ഷ മാത്രമല്ല നമുക്കുള്ളത്, വിവിധ പരിശോധനകളുണ്ട്. വിവിധ നിലയിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ തരണം ചെയ്തേ പറ്റത്തുള്ളൂ.
ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായുള്ള വിഷയത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിപരമായുള്ള വിഷയത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകാം, ശാരീരിക മേഖലകളിലുള്ള വിഷയമാകാം. എവിടെയോ എന്തൊക്കെയോ പരീക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, കഷ്ടതകൾ ഈ ലോകത്തിൽ നമ്മൾ തരണം ചെയ്യുമ്പോൾ യാക്കോബ് പറയുകയാണ്, 12 ഗോത്രങ്ങൾക്കും വന്ദനം പറഞ്ഞിട്ട് യാക്കോബ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം എന്ത് ചെയ്യുക? സന്തോഷം എന്ന് എണ്ണണം. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ പരീക്ഷകൾ പലതാണ്. നമ്മൾ നിൽക്കുമോ, നമ്മൾ പിടിച്ചു നിൽക്കുമോ എന്നുള്ള പരീക്ഷകൾ. വേദപുസ്തകത്തിൽ വിശ്വാസത്തിന് വേണ്ടി പരീക്ഷിക്കപ്പെട്ട ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. ഹന്ന വിശ്വാസത്തിന് വേണ്ടി പരീക്ഷിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അബ്രഹാം തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗം കഴിക്ക് എന്ന് പറഞ്ഞ് മോറിയാമലയിൽ യാഗത്തിന് കൊണ്ടുപോകുന്നൊരു പരീക്ഷണമാണ്. അത് വിശ്വാസത്തിന് വേണ്ടിയാണ്. ദൈവത്തോടുള്ള വിശ്വാസം എത്രയുണ്ട് എന്നറിയാൻ. കണ്ടോ? അപ്പോൾ ചില കഷ്ടതകൾ നമ്മളെ എന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് നമ്മളെ ഒന്ന് പരീക്ഷിക്കുക. ദൈവത്തോടുള്ള വിശ്വാസം എത്രയുണ്ടെന്നുള്ളത് ദൈവം നമ്മളെ എന്ത് ചെയ്യുക? പരീക്ഷിക്കുക. അതുകൊണ്ട് 12-ാമത്തെ വാക്യത്തിൽ യാക്കോബ് 1:12 വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ തകർന്നു പോകുന്നില്ലെന്ന്, അവൻ മുടിഞ്ഞു പോകുന്നില്ലെന്ന് അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നു ഭാഗ്യവാനെന്നാ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, ആ പരീക്ഷയെ അബ്രഹാം ജയിച്ചു. സ്വർഗ്ഗം അവനെ നോക്കി പറയുന്നു, നീ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് വിശ്വാസിയാന്നുള്ള ഒരു ലേബലിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അളക്കേണ്ടതിന് നമ്മൾ എവിടെ വരെ ആയി? ദൈവത്തോട് വിശ്വാസമുണ്ടോ? പഴയ പ്രാർത്ഥനയുണ്ടോ? പഴയ തീഷ്ണതയുണ്ടോ? പഴയ ആ വിശ്വാസം, യേശു എന്നെ സൗഖ്യമാക്കുമെന്നും യേശു എൻ്റെ വിഷയത്തിന് പരിഹാരം തരുമെന്നൊരു വിശ്വാസം ഉണ്ടോ എന്ന് ഇടയ്ക്കൊരു ടെസ്റ്റ് നടത്തുന്നതാണ് ചില പരീക്ഷകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്നത്. ദൈവം പരീക്ഷിക്കുന്നത്, ഇവിടെ സാത്താനല്ല അത് പരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോൾ സാത്താനാണെന്നും പറഞ്ഞ് സാത്താൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഇയ്യോബിനെ പറ്റി സാത്താൻ പറഞ്ഞത്, നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവം അറിയാതെ ഇയ്യോബിൻ്റെ മേൽ തൊടാൻ പെർമിഷൻ സാത്താന് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ അവനെ തൊട്ടോ, വസ്തുവിനെയും മൃഗങ്ങളെയും മക്കളെയും സ്കിന്നിനെയും ഒക്കെ തൊട്ടോ, പക്ഷെ പ്രാണനെ മാത്രം തൊടരുത്. അപ്പോൾ ദൈവം പെർമിഷൻ കൊടുത്തിട്ടാണ് ഇയ്യോബിനെ സാത്താൻ അത്ര ദാരുണമായ നിലയിൽ പരീക്ഷിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഒരു വിശുദ്ധൻ്റെ സകല കൺട്രോളും. അവൻ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എല്ലാം യേശുവിൻ്റെ കയ്യിലായിരിക്കുന്നത്. എത്ര ദിവസം സന്തോഷിക്കണം, എത്ര ദിവസം കരയണം, എത്ര മണിക്കൂർ ഉല്ലസിക്കണം, അത് യേശുവിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ യേശു നമ്മളെ പരീക്ഷിക്കും കേട്ടോ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ യേശു പരീക്ഷിക്കുന്നത് തിരിച്ചറിയണം. യേശു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തന്നുള്ള സ്നേഹത്തെ അളക്കാൻ വേണ്ടി പരീക്ഷിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സാത്താനെ പോകുമെന്നും പറഞ്ഞ് 21 ദിവസം പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കുക വേണ്ട. ആദ്യം നീ ഉപവാസം ഇരിക്കുന്നതിന് മുമ്പ് നീ തിരിച്ചറിയണം, ഇതാരാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന്. അത് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാവൂ. അതിനാണ് വെളിപ്പാട് പ്രാപിക്കണമെന്ന് പറയുന്നത്. അതിനാണ് ക്രിസ്തു വെളിപ്പാടിനകത്ത് വരണമെന്ന് പറയുന്നത്. ക്രിസ്തു വെളിപ്പാടിനകത്ത് ഒരുവൻ വന്നു കഴിഞ്ഞാൽ സാത്താൻ അവിടെ ഒന്നുമില്ല. കാറ്റുപോയ ബലൂണ് പോലെയാണ് പിന്നെ ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ സാത്താൻ്റെ സ്ഥാനം. അതുകൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല, സാത്താന് ജയിക്കാൻ കഴിയത്തില്ല. സാത്താൻ പരാജയപ്പെടും. ക്രിസ്തു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ പരീക്ഷകളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകില്ല. യേശു എൻ്റെ അകത്തുണ്ട്, യേശു എൻ്റെ ജീവനാണ്, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, യേശു എൻ്റെ കണ്ണുനീർ തുടയ്ക്കും, യേശു സാത്താൻ്റെ കയ്യിൽ എന്നെ ഇട്ട് കൊടുക്കില്ല, യേശു എന്നെ പരീക്ഷിക്കും. പക്ഷേ പരീക്ഷണങ്ങൾ
തരുമ്പോഴും ദോഷങ്ങൾ കൊണ്ട് എൻ്റെ യേശു എന്നെ പരീക്ഷിക്കത്തില്ല എന്നൊരു വെളിപ്പാട് അകത്ത് കയറിയാൽ ഈ ലോകത്തിലെ കഷ്ടം നമുക്ക് പിന്നെ സാരമില്ല. ഈ ലോകത്തിലെ കഷ്ടം നമുക്ക് സാരമില്ല. കാരണം നമ്മുടെ അകത്ത് ഇരിക്കുന്നതും നമ്മെ ഭരിക്കുന്നതും നമ്മെ വെളിപ്പാടിൽ കൊണ്ടുവരുന്നതും യേശുവിൻ്റെ ആത്മാവാണ്. ഇവിടെ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെ സഹിക്കണം. സാത്താനെ എന്ന് പറഞ്ഞ് സാത്താനെ ഓടിച്ചുകൊണ്ടിരിക്കാതെ അതിനെ സഹിക്കണം. ഇന്നലകളിൽ എത്രയോ പരീക്ഷണങ്ങൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നതല്ലേ. എന്നാൽ യേശുപ്പച്ച പറയുകയാണ്, ഞാൻ ഈ ലോകത്തെ ജയിച്ചു. അതുകൊണ്ട് നിങ്ങളും ഈ പരീക്ഷ ജയിക്കുന്നെങ്കിൽ സ്വർഗം നിങ്ങളെ വിളിക്കുന്ന പേരാണ്, എന്നെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ഇവിടെ വായിക്കുന്നത് യാക്കോബ് 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ കാര്യം? ഭാഗ്യവാൻ എന്ന് വിളിക്കാനുള്ള കാര്യം എന്താ? അതിൻ്റെ റീസൺ എന്താണ്? ആ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ എന്തിനാ പരീക്ഷ? എന്തിനാ കഷ്ടത ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ വരുന്നത്? നമ്മൾ കൊള്ളാവുന്നവനായി തെളിയാൻ വേണ്ടി, നമുക്കാർക്കും പ്രയോജനമില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മൾ കൊള്ളാവുന്നവരായി തെളിയാൻ. ഒരു ഇരുമ്പ് കഷ്ണത്തെ, വെറും ഒരു ഇരുമ്പ് കഷ്ണത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കൊല്ലൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം കിട്ടിയെന്നിരിക്കട്ടെ, അയ്യോ ഒരു ഇരുമ്പ് കഷ്ണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് തുണിക്കകത്തൊക്കെ പൊതിഞ്ഞ്, ഒന്നാമത്തെ തുണി കൊണ്ട് പൊതിഞ്ഞ്, രണ്ടാമത്തെ തുണി കൊണ്ട് പൊതിഞ്ഞ് അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചു വെക്കുമോ? നല്ല ഒരു കൊല്ലനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ആ കൊല്ലൻ എന്ത് ചെയ്യും? ഈ ഇരുമ്പ് കഷ്ണം കൊണ്ട് തൻ്റെ ആലയെ കൊണ്ടുപോയി ആലയിലെ അടുപ്പ് കത്തിച്ച് തീക്കനലുണ്ടാക്കി, ആ തീക്കനൽ ശക്തിക്ക് അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചിട്ട് ഈ ഇരുമ്പ് ആ കനലിനകത്തിട്ട് പഴുപ്പിക്കും. ആ കനലിനകത്തിട്ട് എന്ത് ചെയ്യും? പഴുപ്പിക്കും. ഈ പഴുപ്പിക്കുന്നതിനെയാണ് ഒരു ക്രിസ്തീയ ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരീക്ഷ എന്ന് കണക്കാക്കുന്നത്. കണ്ടോ? ഒരു ഇരുമ്പ് കഷ്ണം ഒരു കൊല്ലൻ്റെ കൈ കിട്ടുന്നു. ആ കൊല്ലൻ അതിനെ ആലയിൽ കൊണ്ടുപോയി തൻ്റെ അടുപ്പിൽ ചിരട്ടയൊക്കെ കരിയൊക്കെ ഇട്ട് അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ച് ഈ ഇരുമ്പ് കഷ്ണത്തെ തീയിലിട്ട് അതിനെ പഴുപ്പിച്ചെടുക്കുന്നതിനെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കയ്യിൽ വരുമ്പോൾ ദൈവം അവനെ ഇതേപോണക്ക് ടെമ്പറേച്ചർ കൂട്ടി ആ തീക്കകത്തേക്ക് ഒന്നിടും. എന്തിനറിയാമോ? ഒരു ഭംഗിയുള്ള വസ്തുവാക്കി എടുക്കാൻ, രൂപമുള്ള ഒരു വസ്തുവാക്കി എടുക്കാൻ. ഇപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണം മാത്രമാണ്, പക്ഷെ ഇതിനെ ആകൃതി പിടിപ്പിക്കണമെങ്കിൽ, ഇതിനെ വക്ക് പിടിപ്പിക്കാൻ, ഇതിനെ മൂർച്ചയുള്ളതാക്കാൻ, ഇതിനെ ഒരു ആയുധമാക്കാൻ എന്ത് വേണം? തീയിൽ കൂടെ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. തീയിൽ കൂടെ കയറി ഇറങ്ങണം. എന്നിട്ട് തീയിന്ന് വലിച്ചൂരി അത് ഒരു വലിയ കല്ലേലോ മറ്റൊരു ഇരുമ്പേലോ വെച്ചിട്ട് അതിനെ വലിയ ചുറ്റിക വെച്ച് അടിച്ച് അതിനെ പരത്തി ഒരു കത്തിയുടെ ആകൃതിയാക്കി അതിന് 2 വശത്തോ അല്ലെങ്കിൽ ഒരു വശത്തോ മൂർച്ചയുണ്ടാക്കി അതിൻ്റെ പിടിയിൽ 2 തടിക്കഷ്ണം വെച്ച് അതിനെ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തി അതിനൊരു പിടിയാക്കി ഇല മുറിക്കാനും പിണ്ടി മുറിക്കാനും തടി മുറിക്കാനും മത്സ്യങ്ങൾ മുറിക്കാനും അതുപോലെ തന്നെ മീറ്റ് മുറിക്കാനും ഒക്കെ ഈ ആയുധം ഇരുമ്പ് കഷ്ണത്തെ ആക്കിയെടുത്തത് എങ്ങനെ? തീക്കൂടെ കടന്നു പോയപ്പോഴല്ലേ? ആ കൂടം കൊണ്ട് അടി കൊണ്ടത് കൊണ്ടല്ലേ? തീക്കകത്ത് പഴുത്തിറങ്ങിയത് കൊണ്ടല്ലേ ആ ഇരുമ്പ് കഷ്ണം കൊല്ലൻ്റെ ആലയിൽ ഒരു കത്തിയായി മാറിയത്, ഒരു അരിവാളായി മാറിയത്, ഒരു വെട്ടുകത്തിയായി മാറിയത്? എന്നതുപോലെ നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ ലോകത്തിൽ കഷ്ടതകൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വരുന്നത് സാത്താൻ അല്ല പ്രിയരെ. സാത്താൻ തൊടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നേ. സാത്താൻ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും വേലി കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന സാത്താൻ കാണുന്നേ. അതുകൊണ്ട് ഇയ്യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ ഓടിച്ചെന്നപ്പോൾ കണ്ടത് അകത്ത് കയറാൻ കഴിഞ്ഞില്ല, അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന സാത്താൻ കണ്ടത്. എന്നതുപോലെ നാം ദൈവ പൈതലായി മാറുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതകൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നത്,
പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ മൂർച്ച ഉള്ള ഒരായുധമാക്കി, രൂപമുള്ള ഭംഗിയുള്ള ഒരായുധമാക്കി എടുക്കാനാണ് ഈ തീയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, ഈ പ്രതിസന്ധിയിൽ കൂടെ, വേദനയിൽ കൂടെ കടത്തിവിടുന്നത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ തീക്ക് സമമായ വിഷയത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു കൊല്ലന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കയറിയിറങ്ങി അത് ആയുധമാകുന്നത് പോലെ നിങ്ങൾ തമ്പുരാന്റെ കയ്യിൽ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ ക്യാൻസർ എന്ന തീ, ബ്രെയിൻ ട്യൂമർ എന്ന തീ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മറ്റേതെങ്കിലും ഹാർട്ടിനോ ലിവറിനോ കിഡ്നിക്കോ കേടുപാടുകൾ, ഡാമേജുകൾ സംഭവിച്ച് അതികഠിനമായ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു തീ കഷ്ണത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു പോകുന്നത്. പക്ഷേ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16:33 പറയുക, ഈ കഷ്ടതയിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകല്ല്, ഞാൻ ഈ ലോകത്തെ ജയിച്ചതുകൊണ്ട് നിങ്ങളും ജയാളികളായി മാറും. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളെ കൊള്ളാവുന്നവരായി തികച്ചെടുക്കാൻ, കൊള്ളാവുന്ന ഒരു ആയുധമാക്കി എടുക്കാൻ കൊല്ലനായി ഇരുമ്പിനെ പഴിപ്പിക്കുന്നത് പോലെ ഇവിടെ യാക്കോബ് പറയുകയാണ്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കേണ്ടതിനാ ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. നിങ്ങൾക്കൊരു കിരീടമുണ്ട്, അത് ജീവന്റെ കിരീടമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിനാ ഈ പരീക്ഷണത്തിൽ കൂടെ കർത്താവ് നിങ്ങളെ കടത്തിവിടുന്നത്. ഇതിനെല്ലാം ഒരു മറുപടി കിട്ടുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. ഇന്ന് നിങ്ങൾ കരയുന്ന ഈ വിഷയത്തിന് നിങ്ങളുടെ വീട്ടിൽ പോലും നീതി കിട്ടത്തില്ലായിരിക്കും, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടത്തില്ലായിരിക്കും. നീ ആ വിഷയത്തിൽ പരമാർത്ഥതയായ നിലയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ നിന്നെ കൊള്ളാവുന്നവനായി ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു കിരീടം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ കിരീടം മറ്റൊന്നുമല്ല, ജീവന്റെ കിരീടമാണ്. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ജീവന്റെ കിരീടം അവർക്ക് കിട്ടും, ജീവന്റെ കിരീടം. അപ്പോൾ നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 16:33 നമ്മൾ ചിന്തിക്കുന്ന 4ാമത്തെ എപ്പിസോഡാണ്. ഈ 4ാമത്തെ എപ്പിസോഡിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞ വിഷയം, ഈ അഗ്നിമയമായ പരിശോധനയിൽ, കഷ്ടതയിൽ നിങ്ങൾ ഭാരപ്പെടരുത്, യേശു ഇതിനെ ജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിരീടമുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാകും. വിശ്വാസത്തിൻ്റെ പരിശോധനകൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വിശ്വാസത്തിന് നിന്നിട്ട് ചാട്ടവാറും ആക്ഷേപങ്ങളും കോലുകൊണ്ടടിയും നിന്നയും പരിഹാസവും ജയിലറയും ഈർച്ചവാളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോസ്തലന്മാരെ നോക്കൂ, യേശു ഉള്ളിൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷമല്ലായിരുന്നു. ഈർച്ചവാളുകളെ അവർ നേരിട്ടു, ഹെരോദാമിന്റെ വാളിനെ അവർ നേരിട്ടു, കല്ലേറ് അവർ നേരിട്ടു, ചന്തമൈതാനത്ത് കൊണ്ടുപോയി നഗ്നരാക്കി നിർത്തി അടി കൊള്ളേണ്ട അവസ്ഥ അവർ നേരിട്ടു. കൈകളും കാലുകളും ബന്ധിച്ച് കള്ളന്മാരുടെ കൂടെ കിടക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. കടലിലെ ആപത്തും കരയിലെ ആപത്തും കള്ള സഹോദരന്മാരുടെ ആപത്തും അവർ നേരിട്ടിട്ടുണ്ട്. ആക്ഷേപങ്ങളും ദുഷിയും പരിഹാസവും അവർ ഒത്തിരി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാരാരും അവിടെ പരാജയപ്പെട്ടില്ല. കാരണം അവരുടെ ഉള്ളിൽ ലോകത്തെ ജയിച്ചവൻ ഉണ്ടായിരുന്നു. ഈ ലോകത്തെ ജയിച്ചവൻ അപ്പോസ്തലന്മാരുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവരെ ഭാഗ്യവാന്മാരെന്ന് സ്വർഗം വിളിച്ചു. അവർക്കായി ഒരുക്കിയ കിരീടം ധരിക്കാൻ അവർ നമുക്ക് മുമ്പേ കടന്നുപോയി. നമുക്കും അങ്ങനെ ജീവിക്കാം, അങ്ങനെ പ്രത്യാശിക്കാം, അങ്ങനെ ധൈര്യമായിട്ടിരിക്കാം. നമുക്കൊരു കിരീടം ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ അധൈര്യപ്പെടരുത്, ധൈര്യത്തോടിരിക്കെ. നമുക്ക് മുമ്പേ ഈ ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആ വാക്യത്തിലുള്ള മെസ്സേജ് തീർന്നിട്ടില്ല. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ചിന്തിക്കും. ഇന്ന് രാവിലെ എത്രയൊക്കെ വിശ്വാസമുണ്ട്? എന്തിനാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടത? ഒരു ദൈവവേദൽ എന്തിനാണ് കഷ്ടം അനുഭവിക്കുന്നത്? ഇന്ന് രാവിലെ നിന്നെ ഒരു ഭാഗ്യാവസ്ഥയെ കൊണ്ടുവരാൻ, ജീവന്റെ കിരീടം തരാൻ, വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കാൻ. ആകയാൽ യേശു നമുക്ക് വേണ്ടി
ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കും ജയാളികളാകാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ ദൂതിനായി സ്തോത്രം. എന്തിനാണ് എനിക്ക് ഈ കഷ്ടത? എന്തിനാണ് എനിക്ക് ഈ വേദന? ഈ പരീക്ഷ എന്തിനാണ്? ഒരു ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. എന്നാൽ ഇന്ന് ആ ചോദ്യത്തിനൊരു മറുപടി അങ്ങ് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പരിശോധന, ഞങ്ങളുടെ കഷ്ടത, ഞങ്ങളുടെ വേദന, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല വ്യതകളും അങ്ങിലോട്ട് ഞങ്ങളെ അടുപ്പിക്കാനും ആ കിരീടം ഞങ്ങൾക്ക് അവകാശമാക്കാനും അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ കൊള്ളാവുന്നവരാകാൻ വേണ്ടിയാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. ഈ വചനം വെച്ച് ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. രോഗം മാറട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഈ വചനം അനേകരെ ഉറപ്പിക്കട്ടെ. ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന മനസ്സുകൾക്ക് ഒരു ഉറപ്പും ധൈര്യവും ഈ വചനത്തിൽ കൂടെ കിട്ടട്ടപ്പാ. അങ്ങനെ കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ദൈവിക നീതി കൊണ്ട് കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ ദിവസങ്ങളിലെ ചിന്തകൾ നിങ്ങളെ ആഴമായി സ്പർശിക്കുന്നെങ്കിൽ ഒന്ന് ഞങ്ങളെ വാട്സപ്പ് മുഖേന അറിയിക്കുക. അല്ലെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായും ഈ ദിവസങ്ങളിൽ തരുന്ന ദൈവിക ദൂത് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്ന ദൂതുകളാണ്. ഒരിക്കലും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ലോകത്തെ ജയിച്ച കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷകളിൽ തളർന്നു പോകരുത്. ഒരു കിരീടമുണ്ട്. ദൈവം നിങ്ങളെ കൊള്ളാവുന്ന വ്യക്തിയാക്കി മാറ്റും. ആർക്ക്? ദൈവരാജ്യത്തിന്. അതിനായി കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയരെ, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. നിങ്ങൾ അറിഞ്ഞോ? കോട്ടയം വാകത്താനം ഞാലിയാങ്കുഴി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടാബർനാക്കൽ ചർച്ചില് ഈ മാസം 22 മുതൽ 31 വരെ വിടുതലും ശുശ്രൂഷയും വചനധ്യാനവും നടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 10:30 മുതൽ 1 മണി വരെയും, ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെയും, വൈകിട്ട് 7 മുതൽ 9 വരെയുമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ഈ തലമുറയിൽ യേശു ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരാണ് ഓരോ ദിവസവും നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നത്. ദൈവവചന ധ്യാനം നടത്തുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്ന ആരാധന ഗീതങ്ങൾ, പ്രൈസ് ആൻഡ് വർഷിപ്പുകൾ. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നാഴികക്കല്ലായിരിക്കും. ഈ വർഷത്തിൽ പ്രാപിക്കാതെ പോയ സകല നന്മകളും തിടുക്കത്തോടെ യേശു നമുക്ക് വേണ്ടി ചെയ്യും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കും. വരിക, സംബന്ധിക്കുക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനുള്ള സകല നിറവുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ടാബർനാക്കൽ ചർച്ച ഒരുക്കുന്ന ഈ വിടുതലും ശുശ്രൂഷ നിങ്ങളുടെ ചരിത്രം മാറ്റുന്ന ദിവസമായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.